ഒന്നും ചെയ്യണ്ട. ഏതേട്ടാ 100ന്റെ ഏതാ? 100ന്റെ സ്പ്രൈറ്റ് ഉണ്ടോ? 100ന്റെ എടുക്ക്. സ്പ്രൈറ്റ് മതി. എടുക്ക, തുറന്നു നോക്കില്ല. അതിന് എത്രയാ? അത് തികയൂലടാ. 40 രണ്ടെണ്ണം എടുക്കാം. അതുപോലെ 100ന്റെ കോള ഉണ്ടോ? ഇത് മതിയടാ. അതല്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും പേരില്ല, അപ്പം 2 സൈഡ് വെക്കാം. ഇത് മതി, 50 മതി. അല്ലെ പിന്നെ ലാസ്റ്റ് അടിയാ ഇതിനു വേണ്ടി. എന്തിനാ? അതൊന്നും വേണ്ട. സോറി, റിവേഴ്സ് എന്തിനാ? എന്ത് നോക്കി പൊക്കോ, നീ പേടിക്കണ്ട. പുള്ളി നമ്മുടെ പുറകിലുണ്ട് എല്ലാരും. എനിക്ക് 18 നമ്മളത്ര 5 പേരേ ഉള്ളൂ. 5 പേര് 8 പീസ് ചിക്കനും 8 പീസ് ചിക്കൻ 3 പീസ് എക്സ്ട്രാ. ഞാൻ ലെഗ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് 2 ലെഗ് വേണം. നമുക്ക് ജസ്റ്റ് ഞാൻ 2 ലെഗ് എടുത്തോളാം. അപ്പൊ 2 ലെഗ് എക്സ്ട്രാ വരില്ലേ? എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് 4 പേർക്ക് ജസ്റ്റ്. ഫെഡറിക്കിന് 2 ലെഗ്. അപ്പൊ 2 പീസ് ബാക്കി അത് ലെഗ് പീസ് എടുത്ത് വെച്ചോ. 1 ലെഗ് പീസ് ഇല്ല. അപ്പൊ ബാക്കി എവിടെ ആയിക്കോട്ടെ. പിള്ളേരെ കൂട്ടാ 2 പേരോട് എന്നെ ട്രിപ്പ് അല്ല. ഞാൻ ഇവരുടെ അപ്പനും അമ്മേനെ കൂട്ടായിരുന്നു. അപ്പനും അമ്മ നിന്റെ അനിയത്തിനെ കൂട്ടാത്ത. നെവിൻ വീട്ടിലെ തെറി പറയും. ഞാൻ വീട്ടിലൊക്കെ ഇച്ചിരി മര്യാദയൊക്കെ ഉള്ളവരാണ്. ഇതൊന്നും യൂട്യൂബ് വേണ്ട. എടാ, അവന്റെ അച്ഛൻ KCB. അപ്പൊ KCB സ്റ്റിക്കർ ഒട്ടിച്ചൂടെ? ആയോ? എടാ, ഇതൊന്നും പോരാ. ചാർജിന്റെ പൊക്കത്ത് കനല് കണ്ടോ? എന്തേലും ആട്ടെ. ഇപ്പൊ പൊളിക്കണ്ടോ? ഫ്രിഡ്ജ് കൊണ്ടുവച്ചേ. അത് പൊട്ടിക്കല്ലേ, കോള പൊട്ടിക്കല്ലേ. നമ്മൾ 5 പേരേ ഉള്ളോ? ശരിക്കും അവിടെ ഇരിക്കുന്ന പറഞ്ഞ ഇങ്ങോട്ട് വെക്ക്. നല്ല അടിയിലായി പോവും. ചൂണ്ടോ? അല്ല, ഹൈറ്റ് വേണമെന്നില്ല. വലിയ ഹൈറ്റ് വേണമെന്നില്ല അല്ലേ പറഞ്ഞ? ഹൈറ്റ് വേണമെന്നില്ല. ഒന്നാന്റെ കൈ പൊട്ടിയിരിക്കുക. എടാ, അതൊരു ശല്യമില്ലാതെ നടക്കുമല്ലോ. അതിലെ നിനക്ക് ഒരു ശല്യം ഉണ്ടോ അതിനെ പറ്റി? അവെല്ലാം കഴിച്ചോ? അത് വല്ലതും കട്ടോ? എടുത്തല്ലോ. ശരിയല്ലേ? അതെ, അത് ചെയ്ത് നീയാണ് കുറ്റക്കാരൻ. പൂച്ചക്കെല്ലാം അറിയോ? കണ്ണൊക്കെ തുറക്കാൻ മുമ്പേ കൊണ്ട് കളഞ്ഞാൽ കുഞ്ഞിനെ കൊണ്ട് കളയലോടാ. ഒരു സമയം എത്രയായി? സമയം കാണിച്ചേ.
നമ്മൾ എത്ര മണിക്ക് തുടങ്ങിയതാ? ആ സമയം 9 മണിയായി. ഇതുവരെ ഒരു ചിക്കൻ പീസ് ഒരു വെന്ത് പോയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് പോലുമില്ല. തീട്ട നീ വന്നപ്പോ 6:30 നമ്മൾ 6:30 കളിച്ചു കഴിഞ്ഞു. അല്ല 7 മണിക്കാണ് കളിച്ചു കഴിഞ്ഞു. 7 മണിക്ക് നീ എന്നെ കളിക്കാൻ വിളിച്ചില്ലല്ലോ. എന്റെ ഇക്ക പറഞ്ഞിട്ടാ മറ്റേ ജാക്ക് എന്തായിരുന്നു പൊറോട്ട അടിച്ചിട്ട് വന്നേ. ഇപ്പം ഞാനല്ലേടാ നിന്നെ പഠിപ്പിച്ചേ. ഞാനല്ലേടാ, ഞാനാടാ ഇവന് യൂണോ പഠിപ്പിച്ചത്. യൂണൊക്കെ നമുക്കറിയായിരുന്നു. ബ്ലാക്ക് ജാക്ക് ഞാൻ പഠിപ്പിച്ച എല്ലാ കാര്യം ഇവർക്ക് പകർന്നു. അതല്ല, അതറിയോ, ഓരോ പറഞ്ഞേക്കു ഓരോ പറഞ്ഞേക്ക് ഓരോ മില്ലിന് പുതിയ റൂളാ. നെവിന്റെ റൂൾ കളി നെവിനെ അറിയത്തുള്ളൂ. അതെ, ഇത്ര നേരം വീട്ടിലില്ലാത്തോണ്ട് ഞാൻ ക്ഷമിച്ചു. അവിടെ വിളിക്കാൻ എനിക്കറിയില്ല നീ വീട്ടിലില്ലാന്ന്. വെച്ചേക്കുന്നത് കത്തുന്നില്ല സാധനം. കനലാവട്ടെ, നെല്ലാന്നത് 10 ചട്ടയുണ്ട്. കൂടുതൽ ചട്ട വേണമെങ്കിൽ മറ്റേ ഇത് വേണം. ചെരുപ്പെന്തിനാണ് വെച്ചേക്കുന്നത്? ഫ്രൈ ആണ്. അത് കളിപ്പിച്ചു കരിയാൻ തുടങ്ങി കേട്ടോ. കുറച്ചുകൂടി മൊത്തം ഇടും. പൊരിച്ചെടുത്ത് എങ്ങനെയാണ് ജസ്റ്റ് എന്ത് നമുക്ക് അതെടുത്തിട്ട് വന്നാലോ? വീട്ടിൽ നിന്ന് കൊണ്ടുവരാം അല്ലേ? ഇതാരാ എന്റെ അജു? തേങ്ങ രണ്ടിയെ ഞാനല്ല, പിന്നെ ആച്ചിരിക്കും. ഈ വാച്ചുള്ളത് കാണില്ല, കുഴപ്പമില്ല. നിന്റെ ഇടയ്ക്കത്തെ ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ. എല്ലാരും ഒരു വർഷം വീട്ടിലുണ്ട്. എല്ലാരും പണിയില്ല. വർക്ക് ഫ്രം ഹോം. പോയില്ല. ജോസ് അങ്ങോട്ടായിരുന്നു മുഖം തിരിച്ചു വെച്ചേ. ജോസ് ഇങ്ങനെയായിരുന്നു ജോസ് ഇങ്ങനെ പോകാൻ വെച്ചിട്ട് ഈ സ്ഥല ജോസ് അങ്ങനല്ലേ ഇങ്ങനെ വിളിച്ചല്ലോ. പിടിച്ചില്ല അങ്ങനെ. മുഖം കണ്ടാലേ മനസ്സിലാവും. ഒരു ഉമ്മ നോക്കുന്നുണ്ടായിരുന്നു, ഇറങ്ങിയപ്പോ കണ്ടില്ലേ? ഉമ്മ ഇങ്ങനെ നോക്കുന്നു. ആരാ പോലെ എവിടെയോ കണ്ടൊരാള്. മനസ്സിലാവും. ഇത്രയും വലിയ ബോഡി വെച്ചൊന്നും മനസ്സിലായിരിക്കുമോ? നനഞ്ഞ ചകിരി എടുക്കാൻ പാടില്ല. എടാ എത്ര ഒരു കോഴിയാ? 2 കോഴി വാങ്ങിയോ? കോഴിയൊക്കെ വാങ്ങിച്ച പൊറോട്ട വാങ്ങിച്ചോളൂ. ചിക്കൻ ചൂട്ടാൻ വിളിച്ചില്ലെങ്കിലും പക്ഷെ നെവിൻ എന്നെ ഇതിന് വിളിച്ചില്ല. നീ എന്ത് നീ എന്നെ വിളിച്ചു എന്നിട്ട് നീ എന്നോട് വരാൻ പറഞ്ഞില്ല. ഞാൻ അപ്പഴവിടെ എത്തുന്നേ. ഇവനും വിളിച്ചില്ലേ? ഒന്നെങ്കിലും നിന്റെ അമ്മേന്റെ വീടിന്റെ അടുത്തല്ലടാ. അല്ല നിന്റെ വീടിന്റെ അടുത്തല്ല, ഇവന്റെ അമ്മയുടെ വീടല്ലേ? അമ്മേന്റെ വീട്. ഞാൻ വിളിച്ചതിന്നെ. നെവിൻ എന്നെ വിളിച്ചിട്ട് പൈസ അയക്കാൻ. അവൻ അപ്പൊ അറിയായിരുന്നു, അവൻ ഇത് പ്ലാൻ ഇട്ടു. പക്ഷെ അവൻ എന്നെ വിളിച്ചില്ല. പക്ഷെ നീ ഫേക്കാണ്. അവൻ ഫേക്കാന്ന് മനസ്സിലായില്ലടാ. ഞാനുള്ളൂ റിയല്. നീ വിളിച്ചത് ഫണ്ട് തീർന്നോ? ഓഹോ, നിന്റെ വീട്ടിൽ വന്ന് അവന്റെ എണ്ണയും കളഞ്ഞ് കൂട്ടിയിട്ട്, എണ്ണയില്ല ഈ കറണ്ട് കടന്ന് കൂട്ടിയിട്ട് മോശമാക്കി ഞാൻ കട്ട് കളയാ. ഞാൻ ഒന്നും ഇടൂല. എന്റെ നാച്ചുറൽ കരച്ചില് കണ്ടില്ല. ഈ ഒരു സെറ്റിലൊന്നും കഴിയൂല. 2, 3, 4 സെറ്റൊക്കെ വെക്കേണ്ടി വരും. എപ്പ കഴിയാനാ? പകുതി എങ്ങനെ കഴിച്ചേ? കുക്കറിലിട്ട് കഴിച്ചു. കുക്കറിലിട്ട് ഒരു വിസിലടിച്ചു കളിപ്പിച്ചു. ഞങ്ങളായിട്ട് ഇപ്പൊ ജോയലിനെ ഇവിടെ കൊണ്ടുപോയിട്ട് വരുവാ. അതെ, എല്ലാരും കൂടെ പോയി ജോലിനെ കൊണ്ടുവിടാം. പൊട്ട കരിഞ്ഞു പോവും പുറഭാഗം. പുറഭാഗം കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൂ. നീ കണ്ടോ? കനലായി കഴിഞ്ഞിട്ട് വെക്കാൻ പാടുള്ളൂ, തീയുള്ള സമയത്ത് വെക്കാൻ പാടില്ല. നമ്മളിപ്പം ചിക്കൻ കനലല്ലേ, നമ്മൾ ചിക്കൻ ഇടാൻ പോവാ. എനിക്കറിയാം നിങ്ങൾ സംഭവിക്കും. എടുത്ത പൂച്ച കയറി കണ്ടില്ലേ? ഓ, അകത്ത് കയറിയ ഫ്ലിക്കറിങ്. എവിടെ? അത് ഞങ്ങൾ വരുമ്പോഴാ തീർന്നാ. ചെറുത് അടുത്ത വലുതല്ല കേട്ടോ. നിലത്തിട്ടുന്നടാ. നീ പൊക്കോ, നീ എന്തിനു പറ്റിയതേ? അതിന്റെ മസാല ആണോ? എടാ അത് മസാല മേടിച്ചടാ, റെഡിമെയ്ഡ്. ഞാൻ സംശയിക്കട്ടെ, റെഡിമെയ്ഡ് മറ്റേ മസാലകൾ കൂടെ എന്തിനാ എക്സ്ട്രാ ഉപ്പിടുന്നത്? ഉപ്പ് കുറച്ചിടണം.
അതെന്ന് വെച്ചാൽ ഏറ്റവും ഉപ്പ് കുറഞ്ഞവർക്ക് ഉപയോഗിക്കാനുള്ള വെക്കുന്നത്. അവിടെ ഉപ്പ് കുറയ്ക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്? കല്ലായിട്ട് വെക്കാൻ പാടില്ല. ഉപ്പ് കുറയ്ക്കണ നമ്മള് പൊട്ടറ്റോ ഇടും. ഇത് ചെയ്യുമ്പോ അതല്ല എടാ ഊതടാ. ഇവിടെ പുക ഭയങ്കര സ്മോക്കി ഫ്ലവർ ഫ്ലവറോ ഫ്ലേവർ. എടാ ഊതിക്കൊണ്ടിരിക്കുക. എടാ നോക്കണം കരിഞ്ഞു പോലെ. കളിപ്പിച്ചു. നാരങ്ങയൊക്കെ ഇട്ട് വീണ്ടും ഇതാക്കിയടാ. എടാ കെടുത്തറ. എടാ എല്ലാം ഇട്ട് ഇനി ഒന്നും ചെയ്യണ്ട. ലാസ്റ്റ് പീസ് ഇട്ടാ പോലെ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടാൻ ഇപ്പൊ ജോസിനെ കാണി. പോയി കിട്ടില്ല സാറേ. കളിപ്പിച്ചു മൈക്കിൾ പ്ലാസ്റ്റിക്കും. അത് നേരത്തെ പെട്രോൾ വെച്ച് കാണിച്ചാൽ കാണണത്. അതാ ഐക്കോണിക്. കത്തന്റെ സ്പീഡ് കൂട്ടുന്നുണ്ടല്ലോ. ആ എടാ അതിനാ മറിക്കാൻ പോയ ലോക്കിട്ടില്ലേ? ചിക്കൻ മറിക്കേ കാണിച്ചേ. അടി കാണിച്ചേ. അടിന്ന് കാണിച്ചേ. ഓടിച്ച് അടിച്ചുവാരി പൊട്ടിച്ചു. അഷ്റഫ് ഹുസൈൻ ഇങ്ങനെ അടിക്കൊണ്ടിരുന്ന സെറ്റാ. എടാ ഇതുണ്ടോ? ഫാനുണ്ടോ? ഫാൻ ആ ഓണാക്കി വെച്ചാ നല്ല കനലും കിട്ടും. തലവെള്ളം മസാല 600 രൂപ പോയെ. ഞാൻ മാത്രമേ ഉള്ളൂ എന്ത് ഇതൊന്ന് നെക്കിക്ക്. അത് ഇതാക്ക് കൊടക്ക്. എനിക്ക് വിശന്നിട്ട് വയ്ക്കടാ. എത്ര നേരം അത് പ്യുവർ ഫാറ്റാ. നീ ഇപ്പൊ തിന്ന് ഇങ്ങോട്ടേ പോകും. ആ മണം കെട്ടിട്ടേക്കടാ. ഇതിന്റെ മേലെ ഓ ഒറ്റയാൾ പോരാട്ടം. അയ്യോ വെട്ടണ്ട. നെയ്മിന് സ്പീഡില്ല കേട്ടോ. ഇനി കിട്ട 10 ചോളാവും. നമുക്ക് വിളിച്ച് BTS എടുക്കാം. നെവിൻ അപ്പൊ ഗൈസ് നമ്മൾ അറിയണം നമ്മളിവിടെ സാധനം ഇൻഗ്രീഡിയൻസ് പറയാം. ബട്ടർ, പൊടി, ഇതെന്തുപൊടി? അൽഫാം പൊടി, പെരി പെരി അൽഫാം പൊടി, അൽഫാം പൊടി, പൊട്ട. ഇത് പാൻ്റെ ആണോ? ഗാർലിക് പേസ്റ്റ്, പിന്നെ സോൾട്ട്, ചിക്കൻ മസാല. അതിപ്പോ എന്തിനാ? അത് തൂക്കാനോ? അൽഫാമിൽ തൂക്കാൻ ചൂടത്ത് ഉരുക്കാനുണ്ട് ഈ സാധനം. ഇത് ഉരുക്കുന്ന സാധനമല്ല. ഇത് റബ്ബറാടാ. ഇതൊന്നും ഉരുക്കൂല. നമ്മൾ സ്ലൈറ്റ്ലി ഇതാക്കാനല്ല. ഇത് ചൂടത്ത് തന്നെ വെക്കുന്നത്. ഇത് പാനിനകത്ത് വെക്കുന്നല്ലേടാ. നിനക്ക് ഇത് നോളജ് ഉണ്ടെന്ന്. ഇത് ഉരുക്കൂ. അങ്ങനെയല്ല. ഇത് അൽഫാമിന്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതല്ല ഇതിന്റെ ഉപയോഗം. ഇപ്പൊ എത്ര പീസ് ചീസ് ബാക്കിയുണ്ട്?
സീസൊക്കെ ബാക്കിയുണ്ട്. അല്ല അത് സോസ് ആക്കാം, വൈറ്റ് സോസ് ആക്കിയാലോ? ഉണ്ടാ മയോണൈസ് ഉണ്ട്. വൈറ്റ് സോസ് ആക്കിയാലോ? ഒഴിക്കാൻ വേണ്ടല്ലോ മറ്റേ യൂട്യൂബ് എന്തിനാടാ? ചീസും അല്ല ചീസും കുക്കിംഗ് സ്കിൽസ് ഉള്ള ഒരാൾ വന്നില്ല ഇപ്പൊ. എടാ അടി എടുക്കല്ല അജു. അജു എടുത്ത അടി അജു ഇപ്പൊ എടുത്താ? അജു എടുക്കല്ലേ? സ്പ്രൈറ്റ് എടുക്കാൻ പോയി. ഞങ്ങൾ ഇത് ആഴ്ച പോലും കുടിച്ചിട്ടില്ല. കണ്ടോ ഒരു കണ്ടി മതി ലൈറ്റ്. അജു എടുത്തോ. അമ്പട്ടി നെയ്യാട്ടോ മോനെ. നല്ല നെയ്യാവേ. നല്ല നെയ്യുണ്ട്. ബട്ടർ വലിയ പകുതി അയച്ചാൽ ഇതെല്ലാം കൂടെ അടിച്ചിട്ട് നാളെ വയറിളക്കം പിടിക്കുവോ? എന്തൊക്കെയാ ഇട്ടേക്കെന്ന് അറിയോ നിനക്ക്? എന്റെ ജസ്റ്റിന് മുമ്പാ മൂന്ന് രാവിലെ എനിക്ക് എനിക്ക് മഴ ഞാൻ പറയാം. നിങ്ങളുടെ നാട്ടിൽ ഹായ് എങ്ങനെ പറയുന്നത്? അത് നമ്മുടെ നാട്ടില് ജർമ്മനി. ഇംഗ്ലീഷ് ഏകദേശം ചെറുതായിട്ട് സിമിലർ. നീ പറഞ്ഞ രണ്ട് ഇംഗ്ലീഷ് ആയിരുന്നല്ലോ. സിമിലാരിറ്റി ഉണ്ടെന്നാ ഞാൻ പറഞ്ഞ. ഒന്നാമല്ല ഒരു സെന്റൻസ് ജോസിനെ പറ്റി പറഞ്ഞേ. അത് നീ ഇംഗ്ലീഷിൽ എന്താ അത് പറ, അത് കഴിഞ്ഞിട്ട് അത് ട്രാൻസ്ലേറ്റ്. ജോസ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ജോസ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ജോസ് ഈസ് ഷ്യോൺ. ജോസ് ഷോണാണോ? ഞാൻ ട്രാൻസ്ലേറ്റ് നോക്കുവേ. അയ്യോ അതൊക്കെ പറഞ്ഞ സൂചിച്ച്. ഇവനൊരു ഗുഡ് ബോയ് ആണ്. ഗുഡ് ബോയ് ആണ് ഈ ഫെഡറിക് ഈസ്റ്റ് ഗ്ലൂക്ലിഷ് ഗ്ലൂക്കോസ് പച്ചത്തറി ആയി കേട്ടോ. ഗ്ലൂക്ലിഷ് എന്ന് വെച്ചാൽ ഹാപ്പി. ഗ്ലൂക്ലിഷ് എന്ന് വെച്ചാൽ ഹാപ്പി ഇല്ല. അപ്പൊ അതന്നെ നമ്മൾ എത്ര മണിക്ക് തുടങ്ങി? ഞാൻ വെളുപ്പിനെ 6 മണിക്ക്. അതിവിടെ കാര്യമില്ല. ഇവിടെ എപ്പോഴാ എത്തിയത്? 3:30 എത്തി. ഞാനോ 3 മണിക്ക്. 4:30 5:30 6:30 7:30 8:30 9:30 ആയി. ഇതുവരെ ചിക്കൻ ഗ്രില്ല് കേട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളടുത്ത്. ഞാൻ നാട്ടിൽ നിൽക്കാനാടാ, എനിക്ക് പുറത്തോട്ട് പോകണ്ട. നല്ല വിധമാണ്. അടിച്ച് കയറ്റിയാവേ. കുറച്ച് മസാല തേച്ചോടാ. ഇപ്പൊ ആക്കണ്ട, കുറച്ചുകൂടെ ആവട്ടെ. ആയോ? കുറച്ച് മിക്സ് ചെയ്യേ, ലാസ്റ്റ് എണ്ണ മാത്രമേ ഉണ്ടാവുള്ളൂ. ബ്ലോഗ് ഒരു മിണ്ടായി. കാണിക്കെന്താന്ന് ഇവിടെ എന്തൊക്കെയാണ് കിടക്കുന്നത്? എന്നാ ഇതെത്തുവോ? ഇത് വണ്ടിയുടെ അല്ലേടാ? ഇത് കൊറേ ഉണ്ടോ? നമ്മൾ ഫാൻ ഇറക്കി സൈഡിൽ നോക്കടാ. അങ്ങനെയല്ല, ഒരു സൈഡിലൊക്കെ വെക്കാം. പിന്നെ എന്തിനാ കയ്യിൽ വെക്കുന്നേ? ഫാൻ വെക്കുന്നേ കല്ലാൻ വേണ്ടി വെക്കുന്നേ. ഓ ഇതെങ്ങനെ ഇവിടെ വരുന്നേ? അപ്പൊ ഇതിന് മെഷീനുണ്ടോ? മെഷീനുണ്ടോ?
വെന്തില്ല കേട്ടോ. ബില്ലടിക്കാനും പോവോ? അതിപ്പോ എല്ലാരും പോടാ. എടാ കത്തിക്ക് തീ അവിടെ ചവിട്ടില്ല, പൊട്ടിയിരിക്കുകയാണ് താഴെ. എന്റെ കാലിലേക്ക് തന്നെ അടിക്കട്ടാ. ചോട്ടു വേറെ ആരുണ്ടോ? ജോസ്കി എന്തി? ബിനോയ് ഇസ്മായിൽ പോവാം. അപ്പൊ ഇപ്പൊ വിളിക്കും. പിന്നെ എണ്ണ ഇത് നോക്കടാ. എന്നാ 2 അൽഫാം പീസ് എടുത്തിട്ട് വന്നോടായിരുന്നോ? ഞാൻ മാത്രമേ ബ്ലോഗിലുണ്ട്, പേടിക്കണ്ട. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ സ്കൂട്ടിക്കാരെ ഞങ്ങൾ ഓട്ടോക്കാര് സ്കൂട്ടിക്കാരെ കാണുന്നില്ല. അയ്യോ ആയോടാ. കിട്ടിയോ? ലൈസൻസ് ആയോ? പിന്നെ എപ്പൊ കിട്ടി? എന്ന് കിട്ടിയേ? കിട്ടി കാണിച്ചു. കഴിഞ്ഞ ആഴ്ച ഇല്ലാന്നല്ലോ നിനക്ക്? പക്ഷെ ഈ ആഴ്ച ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ഉണ്ട്. ഡോപ്പിലാടാ. സെക്കൻഡ് 5th കോപ്പി. അത് ഫുൾ കോപ്പിയാ. സ്പെല്ലിങ് ചോദിക്കേ. യൂണോനെ കമ്പനി കൊണ്ടുപോയി ആ പൈസ ഉണ്ടെങ്കിൽ ഒരു മേടിക്കാം. എന്ന് വെച്ചാ യോനോയുടെ കമ്പനി എന്തേലും കാർഡിന് ഡിഫക്റ്റ് ഉണ്ട്, അത് നമ്മള് കളിക്ക് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്താലും ഇതിൽ സീനൊന്നും ഇല്ല. എടാ ഫാൻ കുറച്ച് അടുത്ത് വെക്കടാ, അതൊക്കെ എടുത്ത് എടുത്തേ. 3 ഇട്ടേക്കുന്നേ യൂന കളിക്കാം. കയ്യിൽ വെച്ച് അവിടെ ഉണ്ട്. നെവിനെ ഒരു അൽഫാം പീസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? കിട്ടണല്ലോ. എങ്ങനെയുണ്ട് ചോദേ? ഫസ്റ്റ് പീസ് വീഡിയോ എടുക്കാൻ മറന്നോളൂ. സെറ്റ് എൻ്റെ ഫസ്റ്റ് ഒറ്റ ബൈറ്റ്. ഓ പീക്കരുത്. ഞാൻ ഫസ്റ്റ് ബൈറ്റ് എടുത്തേ. കിഡിലായിരുന്നു ആ മസാലയൊക്കെ വെച്ച്. അവിടെ കുഴപ്പമില്ല. മൂഡ് ഓഫ്. ഉറക്കം വരുന്നു. എന്നാ തീ 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 താഴെ വെച്ചോ. ഇവിടെ ഇരിയാ ചവിട്ടല്ലേ ഇതില്. ക്ലീനിങ്. ഓ നമ്മൾ ചായയൊക്കെ വെച്ചു. നല്ല ഉറക്കം വരുന്നു. സമയം എത്രയാ നോക്ക്? 1:30 തെറ്റല്ലേ? സോറി, സമയം അത്രയൊന്നും ആയിട്ടില്ല. സമയം ഇപ്പൊ എവിടെ കാണിച്ചു തരാം. ഉറങ്ങുക. ചെന്നൈ സൂപ്പർ കിങ്സ് ജയിക്കും. അല്ല ജയിക്കാൻ ചാൻസ് കുറവാ. അടിച്ചാ പോയി. 38 റണ്ണാണ്. ചിലപ്പോൾ ജയിക്കും. സമയം 11:15. ചിലപ്പോൾ ജയിക്കൂടാ. കുറച്ചുകൂടെ വേണം. നമുക്ക് ചായ കുടിച്ച ജോസിനെ കൂട്ടി കയറിയാൽ മതി. അതാ മമ്മിയും പറഞ്ഞു, അവനെ കൂട്ടി വീട്ടിലോട്ട് കയറാൻ. എടാ എന്റെ ആണോ? ഏതെടുത്ത്? ഞാനില്ല, ഏതൊന്ന് കുടിച്ചായിരുന്നല്ലോ. അപ്പം നമ്മുടെ അൽഫാം പൊളിച്ച വാ. അത്രയും പോണ്ട പറയുമ്പോ എന്ത് എഡ്യൂക്കേഷനാ. അൽഫാം പൊളിച്ചല്ലോ. അപ്പം ചിക്കൻ പൊള്ളിച്ചതും പോട്ടെ. അൽഫാമല്ലേ എന്തേലും കേട്ടോ. 3 ഉള്ളോ? 4 നേരത്തെ ആക്കി. 3 നേരത്തെ. നമ്മൾ 6 പേരുള്ളൂ. ഒരെണ്ണം ആമിക്ക് മാറ്റി വെച്ചില്ലേ? അങ്ങനെ വലിയ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. നെവിൻ ചേട്ടൻ എടുത്തില്ലെങ്കിൽ കിട്ടും. ഞങ്ങൾ വെച്ചിട്ടുണ്ട്. നെവിൻ ചേട്ടൻ എടുത്തില്ലെങ്കിൽ കിട്ടും.
അയ്യോ ചേട്ടൻ്റെ കേൾക്കാൻ പറയണോ? വേണ്ട വേണ്ട, അത് വീഡിയോ വരുമ്പോൾ കണ്ടോളൂ. നിവിൻ ചേട്ടൻ്റെ ഇത് കൊള്ളാല്ലേ ഇവരെ? ഇത് എവിടുന്നടാ? അല്ല പൊടിച്ച് വെച്ചേക്കുന്ന അല്ലടാ, അതെ കേട്ടോ പൊടിച്ച് വെച്ചേക്കുന്ന. ചൂടാക്കാനാ രസമില്ല. നല്ല ആര് എറിഞ്ഞോ? ഈ ഓവനിട്ടാക്കാൻ പറ്റൂല. ഏറ്റവും ബെസ്റ്റ് ചോയ്സ് മറ്റേ വൈറ്റ് സോസ് പോലെ ആക്കിയിട്ട് ഒഴിക്കുന്നത്. കുറെ നേരം വൈറ്റ് സോസ് ചീസ് വെക്കുന്നല്ലേ. അതിന്റെ ചൂടാക്കി ഹിറ്റാക്കുന്നത് പരിപാടി വരുന്നത് മാത്രമേ ഉള്ളൂ. മറ്റേ പാത്രത്തിന് ചൂടാക്കുന്ന പരിപാടി ഇല്ലേ? ഈ ഗ്ലാസ് ചൂടടിക്കുകയാണെങ്കിൽ അടി ഒരു കോയിലുണ്ടല്ലോ, കോയില് ചൂടാക്കി മുളക് ചൂട്. അതല്ലേ ചൂടാവും. ഇത് ചൂടാവും. ഇത് ചൂടാവും. ഇത് വേറെ സാധനം. മറ്റേ ഇൻഡക്ഷൻ അല്ലേ ഇത്? ഓ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത് ഇന്നത്തെ ഇപ്പൊ ഇൻഡക്ഷൻ ഇല്ല. നോക്കിയില്ലേ ഇൻഡക്ഷൻ ഈ സാധനം ചൂടാവൂല. രണ്ടു കൊണ്ട് നോക്കിയില്ലേ? അവിടെ കളഞ്ഞ് നല്ലൊരു മസാല. മസാലക്കാ ടേസ്റ്റ്, ചിക്കൻ ടേസ്റ്റ് ഒന്നുമില്ല. അകത്തേക്കൊന്നും മസാല ഇറങ്ങിയിട്ടില്ല. നീ തിന്നണ്ടാ കൂട്ടിയിട്ട് 2,500 അത്ര ഉള്ളോ? ഇവിടെ അങ്ങനെ ആവൂത് അമ്പോ. കറണ്ട് ബില്ലും കൂടെ അരച്ചേക്ക്. ഇല്ലെങ്കിൽ നല്ല ആണല്ലോ. 6,000-7,000 പോലെ. അടക്കി ഇവിടെ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് നോക്ക് വെല്ലം ഉണ്ടോ നോക്കാം. ഇത് തുറന്ന് വെക്കാൻ തന്നെ കഷ്ടപ്പാട്. എത്ര നേരത്തെ കഷ്ടപ്പാടി കിടക്കുന്ന 10 മിനിറ്റ് കഴിച്ചു തരും. 5 മിനിറ്റ് എടുത്തിട്ട് തിരിച്ച് കഴുകുകയും ചെയ്യും. ഇത് പഴയതല്ലേ? അല്ല കഴിയ കൊത്തിയാവൂലത്. ഇനി വേഗമാക്കി പിന്നെ വീട്ടിൽ പോണം. പിന്നെ നല്ല പോലെ വീട്ടിൽ നിന്ന് വിളിച്ച് ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടാണ് കൈ കഴിക്കുമോ? മാതി അവിടെ വെക്ക അടിച്ചു വെച്ച പൊറോട്ട. ആൾ പറയല്ലേ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. എപ്പോഴും കഴിക്കുകയാണെങ്കിൽ കൊറേയായി. ഓഫ് ആക്കാൻ പറഞ്ഞേ. തുറക്ക് തുറക്ക് തുറക്ക്. അല്ല ഇറ്റ്സ് ഓവൻ മാൻ. ഗ്രില്ലിലോ അവനോ ഇവിടെ ആരല്ലോ ആയിക്കോട്ടെ. തന്തൂരി മൈക്രോ പവർ അല്ല എല്ലാത്തോട്ട് കയറുള്ളൂ മൈക്രോ പവറിൽ അല്ലേ? ആ ഞാൻ പറഞ്ഞില്ലേ 10 മിനിറ്റ് വേണ്ടല്ലോ. 2 മിനിറ്റ് വെച്ചാൽ 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് കൊടുക്ക്. സ്റ്റാർട്ട് കൊടുക്ക്. ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് ആവുമല്ലോ. ഇല്ല അല്ല സ്റ്റാർട്ട് കൊടുക്കുക. അന്നും ഞങ്ങൾ തേങ്ങ അവര് മിൽക്കാണ്ട് ഒരുക്കാൻ വേണ്ടി. എൻ്റെ അമ്മ ഓർമ്മ ഉണ്ടോ? എത്ര നേരം എന്നിട്ട് ഒരുക്കി ലാസ്റ്റ് നോക്കുമ്പോൾ എക്സ്പയർ ചെയ്യുന്ന സാധനം ഒരുക്കുന്നില്ല. കുറെ എക്സ്പയർ കഴിഞ്ഞു കറങ്ങുന്നു. ആ കറണ്ടുണ്ടേ നോക്കണേ. നടന്നില്ല. ഞാൻ വെള്ളത്തിൽ നോക്കിയ ചൂടില്ലേ. എന്നെ കാട്ടുന്നതാ ഇങ്ങോട്ട്. അപ്പൊ ജോസ കുടിച്ചേ.
ആദ്യം പൊട്ടിച്ചേ ഇരിക്കട്ടെ. എല്ലാം പൊട്ടിച്ച നേരത്തെ എനിക്കുള്ളതോ അവിടെ തന്നെ പൊട്ടിച്ചു. അവനെ നീ മൊത്തം കുടിച്ച് തീർക്കാൻ പോവാണ്. ആ ചായ ഇന്ത്യ ഓ ചെസ് പീസ് ഒന്നേ ഉള്ളോ? പൊക്കിക്കേ, ഒന്ന് പൊക്കിക്കേ. നല്ല പീസൊന്നും നോക്കാനാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇത് മതി. എനിക്കിത് മതി. അപ്പൊ ഒരു പീസ് എക്സ്ട്രാ ഉണ്ടല്ലോ. അല്ല, അതിൽ എത്ര പീസ് ഉണ്ട്? അനിയത്തി കൂടെ ഫ്രൈ ചെയ്തോ? അതിൽ എത്ര പീസ് ഉണ്ട് ഇപ്പൊ? ഇവിടെ 3. അല്ലല്ല, ഓ ഇത് നമുക്ക് 3 പേർക്കും. ഇതാ, ഓ ജസ്സിനുണ്ടല്ലേ. ഓ ജസ്സിനെ കൂട്ടിയില്ല. അവൻ ഉറക്കം വന്നിട്ടടാ, അവൻ ഉറങ്ങുവാടാ. എന്തിയാ ജസ്സിൻ കൂട്ടൻ എന്തിയെ? കണ്ണാടി എന്തിയെ? അവിടെ ജയിച്ചാ? ചെന്നൈ അഗെയിൻ പൊട്ടിയിരിക്കുന്നു. ചെന്നൈ പൊട്ടി. പുറത്തുനിന്നാടില്ല, ഒരുപാട് കൂടെ ഉണ്ട്. ധീരജിന്റെ എക്സ്പ്രഷൻ. ചെന്നൈ തോറ്റതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മാച്ചിക്കൊണ്ട് പോടാ. RCB പിന്നെ KKR ഇവരെല്ലാം ചെന്നൈ പ്ലേ ഓഫിൽ കയറാൻ വേണ്ടി രാജസ്ഥാനെ പൊട്ടിച്ചു. പിന്നെ പഞ്ചാബിനെ പൊട്ടിച്ചു. എന്നിട്ട് ഇവരൊരു കളി വെച്ച് ഇവര് കയറി. ആ കളി ഇവർക്ക് കേൾക്കുന്നില്ല. അങ്ങനെ ഏകദേശം 90% ചെന്നൈ പുറത്തായിരിക്കുന്നു. ഈ ആയിട്ടില്ല, പക്ഷെ എലിമിനേറ്റ് ആയിട്ടില്ല. ഇങ്ങനെയാണെങ്കിൽ ആവും. ധോണി ആദ്യമായിട്ട് ഗ്രൗണ്ടിൽ ഒന്നിറങ്ങി കളിക്കുക. കളിച്ചിട്ട് എന്താ കാര്യം? തന്തപ്പഴി ഒരു ബാറ്റന്മാർ ടീമിന് ഇതാ പൊട്ടുന്നു. ചെന്നൈ പൊട്ടുന്നു. Guys, signing off. Yes, we are going to eat. എടുക്കട്ടെ. Let's eat. അതിപ്പോ തുറക്കണ്ട കേട്ടോ. ഇപ്പൊ തുറക്കണ്ട. Let's go. ഇവിടുന്ന് കഴിച്ചു തുടങ്ങിയോ? സത്യം എനിക്ക് നല്ല വിശപ്പ്. പുറത്തുനിന്ന് വേണ്ട, ഇവിടെ കഴിക്കാം. അത് മാറ്റിക്കോ. ചെന്നൈ തോറ്റു. ഫോൺ പോവോ? അല്ല, നോർമൽ വീഡിയോ. Back to ball with the ball. ഗൈസ്, ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എല്ലാം എടുത്തിട്ട് പോയോ? ജോസ്പി മാത്രം കൊടുത്തില്ല. ജോസ്പിക്ക് പോരാട്ടമായിരുന്നു. ജോസ്പി എല്ലിന് വേണ്ടി. ആ പോണ്ടേ, സമയം നോക്ക് 12:15. ലെറ്റ്സ് ഗോ. Hassan Hussain.
അപ്പോൾ നമ്മൾ വീട്ടിൽ പോവുകയാണ്, എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ചെരുപ്പൊക്കെ ഇവിടെ കിടക്കുക. ഓക്കെ എടാ ഇതൊന്നും എടുത്തു വെക്കണ്ടേ? ഞാൻ അവിടെ ഇരിക്കും നിന്റെ വണ്ടിയില്. സീറ്റ് ഉണ്ടാക്കടാ. അയ്യോ എവിടെ കയറൂടാ? അയ്യോ എങ്ങനെയാടാ ജോസ് അയ്യോ നമുക്ക് ക്യാമറ കാണാം. എന്താ ഞാൻ പറഞ്ഞേ? അയ്യോ ഇന്നലെ വാങ്ങിച്ചതെന്ന് കേറി സൂര്യല്ല, ഇത് ഇടുക്കിന്ന് ഇമ്പോർട്ട് ചെയ്താ. അപ്പൊ നമ്മൾ വീട്ടിൽ പോവാണ്. രാത്രി എനിക്ക് സൗണ്ട് എടാ പുറത്തോട്ട് കേക്കും. ഇതില്ലടാ സീലില്ല, വണ്ടി ഫുള്ള് കൊച്ചു കേൾക്കും. വീട്ടിൽ പോലെ എല്ലാരും ആദ്യം ഫാഫി ഇറങ്ങും, പിന്നെ സ്പോർട്സ് ആണ്. ഇപ്പൊ ഡ്രൈവിലിട്ടു. തിരിച്ചോ? അയ്യോ പോണാണത്. ഗ്രൗണ്ടിൽ ചിലപ്പോ കൺട്രോളിംഗ് ഉണ്ടോ? അതിനെന്താണോ ഇതൊരു ജീവിതം. ഇവിടുന്ന് വെച്ചോട്ട് കുഴപ്പമില്ലല്ലോ. അവിടുന്ന് ലെഫ്റ്റ് ആണ്. എന്റെ വീട്ടിലോട്ട് കൊറേ വഴിയുണ്ടോ, അതിലെ കൂടെ പോയാലെത്തും. ഞങ്ങളെ എത്തിയിട്ടൊന്നുമില്ല. ഒരാളെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു. നേരെ കുഴികളാ ഫോണൊക്കെ ഓടിക്കുന്നത്. നൈറ്റ് ഔട്ട് ഉണ്ടാവോ? അടച്ചവിടെ പള്ളി ചില്ലുപ്പൊക്കെ എടുത്തിട്ട് വരുന്നത്. പെട്രോൾ എടുക്കാനാ മോനെ. ചില്ലൂപ്പി കൊടുക്കും കേട്ടോ പെട്രോള്. ലീഗലാ ചില്ലൂപ്പി. പോലീസിന്റെ മുന്നേ ഇതും കൊണ്ട് പോയെങ്കിൽ ചാമ്പി വിടുവായിരുന്നു. ചില്ലൂപ്പി ലീല 1 ലിറ്റർ വരെ. ശരിയല്ലേ? പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിൽ കൊടുക്കില്ല. ചില്ലൂപ്പി ലീഗല. ചില്ല് ലീഗല. മറ്റേ സ്റ്റീലിന്റെ ക്യാൻ ഇല്ലേ? എടാ അതുകൊണ്ടല്ല, പ്ലാസ്റ്റിക് ഈസ് ഹാർംഫുൾ ടു എൻവയോൺമെന്റ് അല്ല, അതുകൊണ്ടല്ലേ. അതുകൊണ്ടല്ലാതെ ബാനാക്കിയത് എന്താണ്ടാന്ന് അറിയോ? എൻഡിങ് പറയടാ. അപ്പൊ ഗായ്സ് എന്തേലൊക്കെ പറ. അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ മൽഫാം എല്ലാം ചുട്ട് എല്ലാം ഹാപ്പി ആയിട്ട് പിരിഞ്ഞു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജോയൽ സാജു, സ്പെഷ്യൽ മെൻഷൻ ടു ജോയൽ സാജു ഞാൻ വന്നു. അൽഫാമും കഴിച്ചില്ല, മസാലയൊക്കെ പുരട്ടി അൽഫാം. ഇവിടെ നേരെ തിരിച്ച് പൈസ തന്നില്ല. അൽഫ കഴിക്കുകയും ചെയ്തു. അതെ, ഇവരെന്നെ നേരത്തെ വിളിച്ചാൽ ഞാൻ പൈസ ഒക്കെ തന്നേനെ ഗായ്സ്. സാജു ഞങ്ങൾ ഒരു എപ്പിസോഡ് ആക്കാനല്ല പറഞ്ഞത്. ഇത് മറ്റേ സ്പെഷ്യൽ താങ്ക്സ് ടു സ്പെഷ്യൽ താങ്ക്സ് ടു നെവിൻ ബെന്നി. ഇത്രയും വലിയ സൗകര്യം, ഇത്രയും വലിയൊരു എല്ലാ സൗകര്യങ്ങളൊന്നും അതിന് നെവിൻ ബെന്നി. ധീരജ് അവർ ക്യാമറാമാൻ. ധീരജ് വണ്ടി എടുത്ത പ്രശ്നമില്ല. എത്ര വലിയ കാറ്ററിംഗ് ഉണ്ടെങ്കിലും കല്യാണം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി അതാറിനെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി വന്ന ജോസ്പി. എവിടെയും പോച്ചയില്ലല്ലേ. He is alive. Then Ashnaf Aju sir. അവിടെ ഒരു പറയാൻ വാക്കുകളില്ല. അമേസിങ്, റിയലി അമേസിങ്.
ഇതാണ് ഇതിന്റെ വീട് ധീരജിന്റെ. അവിടെ നോക്കണേ, ഗേറ്റ് തുറക്കണം. നീ വലിപ്പിക്കണല്ലേ അങ്ങോട്ടാണോ അവിടെ സാധനം. ലൈറ്റ് കാണുന്നുണ്ടോ? അപ്പം ബൈ ഗൈസ്. ഇനി നമ്മൾ ഇവന്റെ ബർത്ത്ഡേ ലാസ്റ്റ് വ്ലോഗ് ഇട്ടെ ഒരു 2 മാസം. എടാ അത് നമുക്ക് ഞാൻ ഇന്ന് പണിയാണെന്ന് വെച്ചാ, പക്ഷെ എല്ലാരും ഇല്ലല്ലോ. എടാ ഇത് കട്ടായിക്ക്, അവൻ കേട്ട ചാമ്പു. ഓക്കെ, അപ്പം ബൈ. രാത്രി 11 മണിയല്ല, 1 മണിയായി സമയം. അവനെ ചാമ്പണം.